ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഒരു കുഞ്ഞു ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കറികളാണ്. പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു കുഞ്ഞു ഒഴിച്ചുകറിയും ഒരു നാടൻ തക്കാളി രസവും അതുപോലെ തന്നെ ഒരു ചമ്മന്തിയും ഒരു ഫിഷ് ഫ്രൈയാണ്. അപ്പം ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയില വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പം അതിനായിട്ട് മുരിങ്ങയിലൊക്കെ നുള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു 2 പിടി നാളികേരം എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചാണ് മുരിങ്ങയില എടുത്തുള്ളത്. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ നാളികേരം എടുത്തുള്ളത്. അപ്പോൾ കൂടുതൽ മുരിങ്ങയില എടുക്കുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ കുറച്ചും കൂടി നാളികേരത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. പിന്നെ എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വെളുത്തുള്ളി, 2-3 ഇതള് കറിവേപ്പില, ഒരു നുള്ള് ചെറിയ ജീരകം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം അതും കൂടി അതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് അരച്ച് മാറ്റി വെക്കണം. നാളികേരമൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചുള്ള മുരിങ്ങയിലില്ലേ, അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് അതിലേക്ക് ഇടണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതേ മുരിങ്ങയില 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ കറി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് തിരക്ക് പിടിച്ച ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഒട്ടും നേരമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. ഇത് നമ്മളൊരു തക്കാളി രസം ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു പിടി വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ നിറച്ചൊരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കുരുമുളക്, പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ തന്നെ ചെറിയ ജീരകവും, പിന്നെ നമ്മളൊരു വലിയ തക്കാളിയാണ് എടുത്തുള്ളത്. അത് കഷ്ണങ്ങളാക്കി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു ചെറിയുണ്ട കോൽപ്പുളി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ രസം വെക്കാനുള്ള മൺചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി, അതുപോലത്തെ വെളുത്തുള്ളി, ചെറിയ ജീരകം, കുരുമുളക്, അതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ നമ്മൾ കുതിർത്തെടുത്ത പുളി നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ഏകദേശം 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 സ്പൂണൊക്കെ ഉണ്ടാവും കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പുപൊടി. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തുള്ള രസത്തിൻ്റെ പൊടിയാണ്. അതും കൂടി ഒരു
ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ രസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസവും റെഡിയായി. അപ്പോൾ അതേ നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചുകറിയും റെഡിയാക്കി, രസവും റെഡിയാക്കി. ഇനി നമ്മളൊരു ചമ്മന്തിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി ഇട്ടാൽ, ചെറിയുള്ളി കുറച്ചധികം വേണം. അത് ഒരു നടു നുറുക്കി എടുത്താൽ മതി, ചെറുതായിക്കൊന്നും അരിഞ്ഞെടുക്കണ്ട. ഒരു നടുവൊക്കെ നുറുക്കി 2-3 കഷ്ണങ്ങളാക്കിയാൽ മതി ചെറിയുള്ളി. അത് വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം മൂപ്പിച്ചെടുക്കും വേണ്ട ചെറിയുള്ളി. 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി 1 മിനിറ്റെങ്കിലും ഒന്ന് മൂപ്പിച്ചെടുക്കുക. 1 മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി അതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് മൂത്ത് വരും. അപ്പം ഉള്ളി ഒന്നും കരിഞ്ഞു പോകരുത്, ഒരു പകുതി മൂപ്പായാൽ മതി. നമുക്കിതൊരു മൺചട്ടിയിലേക്കിട്ട്, മൺചട്ടിയിലോ വേറെ ഏതെങ്കിലും ഒരു ബൗളിലേക്കോ ഇട്ട് പിന്നെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു മൺചട്ടീനെ അതിലേക്ക് എടുത്തുള്ളത്. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ ഉള്ളിയും മുളകും മൂപ്പിച്ചത്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ചൂടുവെള്ളം. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധാരണ ചൂടുവെള്ളമായാലും മതി. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ ഒരു കറിയില്ലെങ്കിലും ഇത് മാത്രം മതി ചോറിനാനായിട്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു കാച്ചിയ ചമ്മന്തി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചമ്മന്തി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അമ്മ പണ്ടുണ്ടാക്കി തരാറുള്ളൊരു ചമ്മന്തിയാണത്. ഇനി നമുക്ക് ഒരു 3-4 മത്തി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പിടി കാന്താരി മുളകും, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2-3 ഇതൾ കറിവേപ്പില. ഇതൊന്ന് ആദ്യം ചതച്ചെടുക്കണം. അപ്പോൾ ഇതേ കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീര്, ഇത്രയും കൂടി ചേർത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മത്തി അതിലേക്ക് വെച്ച് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കുക. നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതേ നമ്മൾ മത്തി വറുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്നപ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടു. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചുള്ള മത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിക്ക് പകരം പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഈ കാന്താരി മുളകിൻ്റെ കൂടെ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആവും. കൂടെ കുരുമുളക് പച്ച കുരുമുളക് ഇല്ലാത്ത കാരണം പിന്നെ ഞാൻ കുരുമുളക് കൂടിയിട്ടുള്ളത്. ഓരോ ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളല്ലേ. അതേ തക്കാളി രസം, പിന്നെ അമ്മയുടെ കാച്ചിയ ചമ്മന്തി, പിന്നെ കാന്താരി മുളകൊക്കെ അരച്ച് തേച്ച് വറുത്തെടുത്ത മത്തി, പിന്നെ നമ്മുടെ മുരിങ്ങയില ഒഴിച്ചുകറി. ഇന്ന് ഒരു തനി നാടൻ ഉച്ചയൂണാണ്. അപ്പോൾ ഈ ഉച്ചയൂണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.